ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇത് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബേബി തോമസ്. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്തായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശുശ്രൂഷകൾ പുനരാരംഭിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം ഒരു പുതിയ ലെവലിലേക്ക് എന്നെ മാറ്റുന്നതുകൊണ്ടും പുതിയ കൃപകളും പുതിയ അഭിഷേകവും പുതിയ വെളിപ്പാടുകളും തരുന്നതുകൊണ്ടും തുടർന്നുള്ള വീഡിയോകൾ വളരെ ഫലവത്തും വളരെ പ്രയോജനകരമായിട്ട് ഉള്ള വീഡിയോകളായിരിക്കും. കർത്താവിൽ അങ്ങനെ ശരണപ്പെടുകയാണ്. ഇന്ന് അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവയുടെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ, എന്നാൽ അവർ ലജ്ജിച്ചു പോകും. ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിലാണ് യെശയ്യാവ് ഈ പ്രവചന സന്ദേശം കൊടുക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിൽ തന്നെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവരാണ്, ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്, അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല, അവർ കപടഭക്തരായിട്ടും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും തങ്ങൾ ഇസ്രായേലരാണെന്നും ഒക്കെ ദുരഭിമാനം കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രാരംഭ ഭാഗത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിങ്കിൽ ദൈവത്തെ ഭയപ്പെടുകയും വചനത്തിങ്കിൽ വിറയ്ക്കുകയും ചെയ്യുന്ന ചില ആളുകളോട് തങ്ങളുടെ സഹോദരന്മാർ ഇപ്പോൾ കാണിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ പകച്ചു, അവരെ പുറത്താക്കി. അപ്പോൾ അവരുടെ ഹൃദയം നൊന്തു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? കർത്താവായ യേശുക്രിസ്തു സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ സ്വന്തമായവർ തന്നെ തങ്ങളെ പുറന്തള്ളിക്കളയുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരോട് ദൈവദാസനായ യെശയ്യാവ് പ്രവചിക്കുന്നതായുള്ള പ്രവചനമാണ് നാം കേട്ടത്. ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരെ, നിങ്ങൾ അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, അവർ പറയുന്നത്, ഞങ്ങൾ കണ്ട് രസിക്കേണ്ടതിന് യഹോവ നിങ്ങളെ ഒന്ന് മഹത്വീകരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്, എന്നാൽ അവർ ലജ്ജിച്ചു പോകുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ വളരെ ഭയത്തോടുകൂടി, വളരെ നിർമ്മലതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, താഴ്മയോടുകൂടി, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടുകൂടി ജീവിക്കുന്ന ദൈവ മക്കൾക്ക്, ദൈവദാസന്മാർക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ കാണുമ്പോൾ ആ വേദനകളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവരെന്തുകൊണ്ടാണ് നമ്മളെ പകയ്ക്കുവാനുള്ള കാരണം? ഒന്ന്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. രണ്ട്, ദൈവവചനത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ, അവർ കപടഭക്തരാണ്, അവർ സൂത്രക്കാരാണ്, തന്ത്രങ്ങൾ മെനയുന്നവരാണ്, അവർ ലോകപ്രകാരം ജീവിക്കുന്നവരാണ്. പേരുകൊണ്ട് അവർ ക്രിസ്ത്യാനികളാണ്, പേരുകൊണ്ട് അവർ ഇസ്രായേലരാണ്, സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അവർക്ക് പരിഹാസത്തിൻ്റെയും കപടഭക്തിയുടെയും ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പകയ്ക്കുകയും നമ്മളെ പുറത്താക്കി കളയുകയും ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, യോസഫിൻ്റെ അപ്പൻ്റെ മറ്റു മക്കൾ യോസഫിനെ പകച്ചു. ദൈവം തൻ്റെ കൃപയുടെ പ്രത്യേക പാത്രമായി നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വിശ്വാസികൾക്ക് നേരിടുന്നതിനേക്കാൾ വലിയ കഷ്ടതയും വലിയ ഉപദ്രവങ്ങളും വലിയ തള്ളിക്കളയലുകളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. യോസഫ് എന്ത് തെറ്റാണ് ചെയ്തത്? യോസഫ് ആ സഹോദരന്മാരെ സ്നേഹിച്ചു, അവരോടൊപ്പം നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ അവർ അവനെ തള്ളിക്കളഞ്ഞു, അവർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അവൻ്റെ സ്വപ്നങ്ങൾ അവർക്ക് എപ്പോഴും ഒരു തലവേദനയായിരുന്നു. ഇവൻ പറയുന്ന, അവർക്കറിയാം എന്തോ ഇവനിൽ സംഭവിക്കാൻ പോകുന്നു, എന്തോ ഇവനിൽ ഒരു ഉയർച്ച വരാനായിട്ട് പോകുന്നു, എന്തോ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് ഇവൻ, അതുകൊണ്ട് ഇവൻ്റെ സ്വപ്നങ്ങൾ തകർക്കണം, ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ തകർക്കണം, ഇവനെ മുന്നോട്ട് വിടുവാനായിട്ട് പാടില്ല എന്ന് അവർ നിരൂപിക്കുകയും അവർ അതിനുവേണ്ടി കച്ചകെട്ടുകയും ചെയ്തു. എന്നാൽ യോസഫിൻ്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവർ വിചാരിച്ചു പൊട്ടക്കിണറ്റിലിട്ട് അവനെ നശിപ്പിച്ച് കളയാമെന്ന്. എന്നാൽ വീണ്ടും അവർ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ മറ്റൊരു പ്രവൃത്തി അവിടെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. യോസഫ് സ്വപ്നം കണ്ടു, ദർശനം കണ്ടു, സംഭവിച്ചത് മറ്റൊന്നായിരുന്നു.
യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയതിനു ശേഷം മിദ്യാന്യ കച്ചവടക്കാർക്ക് യോസഫിനെ വിറ്റു. നമ്മുടെ ജീവിതത്തിലും നാം വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ സഭയിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമുക്കെതിരെ നാം വിശ്വസ്തരായിരിക്കുന്നതുകൊണ്ടും നാം സത്യസന്ധരായിരിക്കുന്നതുകൊണ്ടും നമുക്കെതിരെ ഒരു ന്യൂനപക്ഷം എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം എഴുന്നേൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവർ നമ്മളെ പകയ്ക്കുകയാണ്. അവർ നമ്മളെ പകയ്ക്കുവാനുള്ള കാരണം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവവചനത്തെ ബഹുമാനിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പുറത്താക്കുകയാണ്, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ധാരാളം തടസ്സങ്ങൾ അവരുണ്ടാക്കുകയാണ്. അവർ വിചാരിക്കുന്നത് ഇവൻ്റെ കഥ ഇതോടുകൂടി അവസാനിപ്പിക്കണം, ഇവൻ്റെ ഇടപാടുകളെ തകർക്കണം, ഇവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടുക്കണം, അങ്ങനെ അവർ ചിന്തിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരും ശത്രുക്കളുമായിട്ടുള്ള ആളുകളും നിരൂപിക്കുന്ന നിരൂപണങ്ങളൊന്നും അല്ല സംഭവിക്കുന്നത്. ദൈവം തൻ്റെ കൃപയുടെ പ്രത്യേക പാത്രമായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കഷ്ടതകളും അതിന് പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തു. അവർ പിന്നീട് എങ്ങനെ തീരുമാനിച്ചു? ഇവനെ വിറ്റ് കളയാം, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഇവൻ ജീവിക്കട്ടെ, അവിടെ പോയി അവൻ്റെ കഥ അവസാനിക്കട്ടെ എന്ന് അവർ നിരൂപിച്ചു. എന്നാൽ ദൈവം അവൻ്റെ ശത്രുക്കളും അവൻ്റെ സഹോദരന്മാരും യോസഫിനെതിരെ നിലകൊണ്ടപ്പോൾ ദൈവം യോസഫിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, യോസഫിനെ കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്നെ പകച്ച് നിന്റെ സഹോദരിമാർ പുറന്തള്ളിക്കളയുമ്പോൾ നീ ഒന്ന് ഓർത്തുകൊള്ളണം, നിന്റെ സീസൺ മാറുകയാണ്. ദൈവം അടുത്ത ലെവലിലേക്ക് നിന്നെ മാറ്റുകയാണ്, അടുത്ത സ്റ്റേജിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. യോസഫിനെ പൊട്ടക്കിണറ്റിലിടുന്നതും പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി വിദ്യാന്യ കച്ചവടക്കാർക്ക് കൊടുക്കുന്നതും അവൻ്റെ സ്റ്റേജ് മാറുവാനുള്ള ട്രെയിനിങ് പീരീഡാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇടത്തിലേക്ക്, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തിലേക്ക്, പുതിയ വഴികളിലേക്ക്, പുതിയ കൃപയിലേക്ക്, പുതിയ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാം കർത്താവിലാണ് ആശ്രയം വയ്ക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? നമ്മളെ പുറത്താക്കി കളയുന്നവരെ ദൈവം ഞെട്ടിക്കാനായിട്ട് പോവുകയാണ്. അതെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെ പകച്ച് പുറത്താക്കി കളയുന്ന, നിന്റെ സന്തോഷം ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് നിന്നെ പകച്ച് പുറത്താക്കി കളയുന്ന നിന്റെ സഹോദരന്മാർ ഞെട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങൾ അവരെ താഴേക്ക് തള്ളി. യോസഫിനെ ദൈവം അവനെ മേലേക്ക് കരം പിടിച്ച് ഉയർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, വചനം എല്ലാവർക്കും എത്തുവാനൊന്നും എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളെ പുറത്താക്കി കളയുന്നവർക്ക് അറിയാതിരിക്കാം. അവർ വിചാരിക്കുന്നത് നിന്റെ കഥ തീർക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്, അവനെ എന്നേക്കുമായിട്ട് തള്ളിയിടുകയാണെന്ന് അവർ വിചാരിക്കുന്നത്. എന്നാൽ യോസഫിനെ ദൈവം മിസ്രൈമിൽ രണ്ടാമനായിട്ട് ഉയർത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന തള്ളിക്കളയലുകളും ഒറ്റപ്പെടലുകളും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിന്ത ഉണ്ടാകും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഓരോ തള്ളിക്കളയലുകളും ഉയർച്ചയിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ്. അങ്ങനെ അവൻ അത് മാറ്റും, അതൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. നിങ്ങളെ ഉപദ്രവിക്കുവാൻ അവർ തീരുമാനിക്കുമ്പോൾ ദൈവം അവരെ ഞെട്ടിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് പോവുകയാണ്. അവൻ നിങ്ങളുടെ മധ്യേ വലിയവനാണ്. അവനോട് തുല്യനായിട്ട് ആരുമേയില്ല. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. നിങ്ങളുടെ ജീവിതം തകർന്നു എന്ന് അവർ നിരൂപിക്കുമ്പോൾ, നിങ്ങളെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഒന്നുമില്ലാത്തവനായി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങളെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നിങ്ങളെ വിറ്റ് കളഞ്ഞു, നിങ്ങളെ പുറത്താക്കി, നിങ്ങളെ കുഴിയിലിട്ടു, നിങ്ങളെ അടക്കം ചെയ്തു എന്നൊക്കെ അവർ നിരൂപിച്ചു. എന്നാൽ ദൈവം നിങ്ങളെ ആയിരിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്, ഉയർത്തുകയാണ്. യോസഫിൻ്റെ സഹോദരന്മാർ അവനെ വിറ്റപ്പോൾ അവർ കരുതി അവൻ്റെ സ്വപ്നങ്ങൾ തീർന്നു, അത് അവസാനിച്ചു എന്ന് അവർ നിരൂപിച്ചു. പക്ഷെ ദൈവം അവനെ ഉയർത്തി. യോസഫിൽ ആരംഭിച്ചത് ദൈവം അവനിൽ നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം സിംഹാസനത്തിലേക്ക് യോസഫിനെ അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദോഷങ്ങളും, എല്ലാ ഉപദ്രവങ്ങളും, എല്ലാ തള്ളിക്കളയലുകളും, എല്ലാ ഒറ്റപ്പെടലുകളും ദൈവം നിന്നെ അടുത്ത ലെവലിലേക്ക് മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ സുഹൃത്തുക്കൾ,
ഇവരെല്ലാം നിങ്ങൾക്കെതിരെ ഒരുക്കി. എല്ലാ കെണികളും എല്ലാ തന്ത്രങ്ങളും കർത്താവ് നമുക്ക് അനുകൂലമായിട്ട് തിരിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർണയപ്രകാരം വിളിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പിശാചോ മനുഷ്യനോ സ്നേഹിതന്മാരോ സഹോദരന്മാരോ സഭയോ നിങ്ങൾക്കെതിരെ ഏതെല്ലാം കാര്യങ്ങൾ എടുത്ത് നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. യഹോവയുടെ വചനത്തിൽ വിതയ്ക്കുന്നവരെ ഇത് കേൾക്കുവിൻ, അവർ ലജ്ജിച്ചു പോകും. ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കാനായിട്ട് പോവുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവെഴുത്ത് വായിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടെ. നിങ്ങൾ നിരാശകൾ മാറിപ്പോട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ച് കലങ്ങേണ്ട. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുവാൻ, ഉത്സാഹം ഉണ്ടാകുവാൻ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നത്. വചനം കേട്ട നിന്റെ മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ വചനം അത് വെറുതെ പുറപ്പെടുകയില്ലല്ലോ കർത്താവേ. അതിരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിപഞ്ഞകളെയും വേറൊടിക്കും വരെ തുളച്ചെല്ലുന്നതുമായിരിക്കാൽ അത് അതിൻ്റെ ക്രിയ ചെയ്യും. അതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. വചനം കേട്ട മക്കളെയൊക്കെ അനുഗ്രഹിക്കണം. വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. തുടർന്നും ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയും ബലവും അടിയന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തടൽ അടിയങ്ങൾ കൊണ്ട് ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.